ഹലോ കൂട്ടുകാരെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ യാത്ര കേട്ടോ. സ്ഥലം കൊടൈക്കനാൽ. അപ്പം ഞാനും മാളും എൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ടാണ് ഒരു യാത്ര. ഇതൊരു പ്ലാൻഡ് യാത്രയൊന്നും അല്ല, പെട്ടെന്നൊരു അൺപ്ലാൻഡ് ആയിട്ട് ചെയ്തൊരു യാത്ര കേട്ടോ. അപ്പം ഉച്ചയ്ക്കായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു ഏകദേശം ഒരു 3-4 മണിയൊക്കെ ആയി ഇറങ്ങിയപ്പോഴത്തേക്ക്. ഓൾറെഡി ലേറ്റായി. അങ്ങനെ കൂട്ടുകാരൻ കാറും ഒക്കെ ആയിട്ട് വന്നു, നേരെ വിട്ടു. നമ്മൾ സാധാരണ പോകുന്നത് നമ്മുടെ സ്ഥലം കൊല്ലത്തായതുകൊണ്ട്, കൊല്ലം പരൂരായതുകൊണ്ട് നേരെ നമ്മൾ കുളത്തൂപ്പുഴ തെന്മല റൂട്ട് വഴിയാണ് പോകാമെന്ന് സാധാരണ. അങ്ങനെ ആ വഴി പോയി. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ ഇടയ്ക്കൊരു നല്ലൊരു തട്ടുകട കണക്കത്തെ കടയുണ്ട്. അവിടെ കുറേ കടയുണ്ടല്ലോ തെന്മല കഴിഞ്ഞിട്ട് പോകുന്ന വഴിയിൽ. പോകുന്ന വഴി ശ്രദ്ധിച്ചാൽ മതി, നല്ല കുറേ കുഞ്ഞു കുഞ്ഞു കടകളുണ്ടാവും. ചിക്കൻ ലിവർ ഫ്രൈ, ബീഫ് ഫ്രൈ, അങ്ങനത്തെയൊക്കെ കിട്ടുന്ന കുറേ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വാങ്ങിച്ചു. പിന്നെ പോകുന്ന വഴിയിൽ കുറേ സ്നാക്സ് കിട്ടുന്ന കടകളുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കടകളുണ്ട്. പിന്നെ നമ്മൾ കഴിക്കാനൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് പതിയെ വിട്ടു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മണിയൊക്കെ അടുപ്പിച്ചായി കൊടയിലെത്തിയപ്പോൾ. അത്യാവശ്യം നമ്മൾ പതുക്കെ പോയത്. അങ്ങനെ എത്തി. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് ബുക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു റൂംസ് ഒന്നും. പിന്നെ ഒരു 1 ഡേ ട്രിപ്പ് പോലെ അങ്ങനെ പോയതാ. അങ്ങനെ അവിടെ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോൾ എത്തിയപ്പോഴത്തേക്ക് ആളൊന്നുമില്ല, ഒട്ടും ആളില്ല കേട്ടോ. എങ്ങനെയൊക്കെ തപ്പി പിടിച്ചു ഒരു ചേട്ടൻ വന്നു. അങ്ങനെ പുള്ളി ഒരു റൂമൊക്കെ സെറ്റാക്കി തന്നു. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. കുടയെ എപ്പോഴും ഒരുവിധം തണുപ്പ് ഉണ്ടാവാറുണ്ട്, പക്ഷെ അത്യാവശ്യം ഞാൻ ഇത് 3-ാമത്തെ തവണയാണ് പോകുന്നത്. അപ്പം നല്ല തണുപ്പ് വ്യത്യാസം മനസ്സിലായി, നല്ല തണുപ്പുണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ അവിടെ അന്നത്തെ രാത്രി ഒരു ദിവസത്തേക്കാണ്. അന്നത്തെ രാത്രി അവിടെ സ്റ്റേ ചെയ്തു. അത്യാവശ്യം നല്ല നൈറ്റ് വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാതിരിക്കും, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ രാവിലെ എണീറ്റു. രാവിലെ നല്ല വ്യൂ ആയിരുന്നു, നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ എങ്ങനെ അറിയാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ നല്ല വ്യൂവും നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, പക്ഷെ എന്നാലും രാവിലെ റെഡിയൊക്കെ ആയി. പതിയെ റെഡിയായിട്ട് വ്യൂ ഒക്കെ കണ്ട് പതിയെ അങ്ങോട്ട് ഇറങ്ങി. ഈ പോകുന്ന റൂട്ട് കണ്ടോ, നല്ല രസം കേട്ടോ. ഇത് നേരെ പോകുന്നത് നമ്മൾ മറ്റേ പൂണ്ടി റൂട്ടിലോട്ടാണ്. പോയിട്ടില്ലാത്തൊരു പോവേണ്ട സ്ഥലം, നല്ല റൂട്ടാണ്. നല്ല ഒരു വ്യൂ ഉള്ള റൂട്ടാട്ടോ. പോകുന്ന വഴിയിൽ നമ്മുടെ കുരങ്ങൻ ചേട്ടന്മാരുണ്ട്, സൂക്ഷിക്കണം കേട്ടോ അവന്മാരെ. പിന്നെ നമുക്ക് ഇടയ്ക്ക് നിർത്തി നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവന്മാർ ഫോട്ടോ ഒക്കെ എടുക്കാതൊക്കെ നിന്ന് തരും, സൂക്ഷിക്കണം. പോകുന്ന വഴിക്ക് ഈ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നവർ എന്തായാലും സൂക്ഷിച്ചു കൊടുക്കണം, ഇല്ലേ അവന്മാർ കയറി വരും. ഫോൺ നോക്കിക്കോണം. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ വ്യൂ ഒക്കെ കണ്ട് പതിയെ എങ്ങനെ പോയി. ഫോട്ടോ എടുക്കാൻ അവന്മാര് ഉഗ്രന. അവന്മാര് പോസ്റ്റൊക്കെ ചെയ്ത് തരുന്നുണ്ട്, താണ്ട കുരങ്ങൻ ചേട്ടൻ. ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് പതിയെ വിട്ടു പൂണ്ടിയിലേക്ക്. നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഒത്തിരി സ്പോട്ടുകളുണ്ട്, നമുക്ക് വ്യൂ കാണാൻ പറ്റിയ ഒത്തിരി സ്പോട്ടുകളുണ്ട്. അടിപൊളിയാണ്, അത്യാവശ്യം നല്ല വ്യൂ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട് അവിടെ. പോകുന്ന വഴിയിൽ സൈഡിലാക്കിയിട്ട് അത്യാവശ്യം നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. കാണാം, അതിനെടുക്കാനുള്ള സാധനം ഉണ്ട് അവിടെ. ക്ലൈമറ്റ് നല്ലതായിരിക്കണം. അങ്ങനെ ഞാനും നമ്മുടെ ഫ്രണ്ട്സൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഇത് നമ്മളാ പോകുന്ന വഴിയിലുള്ളൊരു കടയാട്ടോ. ചെറിയ കടയാ, പക്ഷേ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാ. പക്ഷെ നമ്മൾ മാഗി കഴിച്ചിട്ട് ഇറങ്ങിയത്. അടിപൊളി മാഗി ആയിരുന്നു കേട്ടോ. ഒരു മാഗി ഫാൻ അല്ല എന്നുണ്ടെങ്കിലും മാള് വാങ്ങിച്ചതോടെ, മാള് കുറച്ച് തന്നോടെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ മാഗിയൊക്കെ നല്ല ചൂട് മാഗിയൊക്കെ മാള് തന്നു. അങ്ങനെ മാള് തന്നതോട് കഴിച്ചു. പിന്നെ മാഗി ലവർ അല്ല, അപ്പം പിന്നെ ചായയും കുടിച്ചു, മാഗിയും കഴിച്ചിട്ട് ആ വ്യൂവും കണ്ട് തണുപ്പും കൊണ്ട് അങ്ങ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പൂണ്ടി വില്ലേജ്. നല്ല രസമാണ് കാണാൻ. നമ്മൾ കാറിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം ആ ഒരു വില്ലേജിൻ്റെ ആ ഒരു വ്യൂ കാണാൻ തന്നെ അടിപൊളിയാണ്. വേറെ അത്ര പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ ആ വ്യൂ കാണാൻ അടിപൊളിയാണ്. ആ വില്ലേജ് നിൽക്കുന്ന ഒരു രീതി കാണാൻ അടിപൊളിയാണ്. പിന്നെ പോകുന്ന വഴിയിൽ നമ്മൾ കഴിക്കാൻ നിർത്തി. ഫ്രൈഡ് റൈസും ഓംലെറ്റും എല്ലാം കഴിച്ചു. ഫുഡ് കുഴപ്പമില്ല, ഓക്കെയാണ്. പിന്നെ നമുക്ക് കഴിച്ചല്ലേ പറ്റത്തുള്ളൂ എന്തായാലും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒരു സ്ഥലത്ത് നിർത്തി കേട്ടോ പോകുന്നത്. അടിപൊളിയായിരുന്നു. അടിപൊളിയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഫോട്ടോയും വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലം. അത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ വഴി പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുറച്ച് സ്പോട്ടുണ്ട്, പോകുന്ന വഴിയിൽ കുറേ സ്പോട്ട് കിട്ടും ഫോട്ടോയും വീഡിയോ എടുക്കാൻ. അത് നല്ല കോടയായിരുന്നു, അടിപൊളിയായിരുന്നു. നിങ്ങൾ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ അത്യാവശ്യം നമുക്ക് ഇടാൻ പറ്റിയ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ പോകുന്ന വഴിയിൽ ഒരു കുതിര സവാരി നടക്കുന്ന സ്ഥലം കണ്ടു. അങ്ങനെ നേരെ അങ്ങോട്ട് കയറി. അവിടെ കയറിയപ്പോൾ എന്തൊരു വ്യൂ ആ, അടിപൊളി, ഒരു രക്ഷയില്ലാത്ത വ്യൂ.
മഞ്ഞ് ഇമാതിരി മഞ്ഞ്. അങ്ങനെ കുതിരയിലൊന്നും കയറില്ല കേട്ടോ. കുതിര ഇങ്ങനെ പോകുന്ന കണ്ടു, നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോഴേ അവിടെ നിന്ന് വിട്ടു. മാളുവിന് ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ. മാളും ഇങ്ങനെ നടന്ന് വ്യൂ ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് കിടക്കുന്നു, ഇങ്ങോട്ട് കിടക്കുന്നു. പിന്നെ കുതിര വരുന്നുണ്ട് കേട്ടോ. നല്ല കുതിരയാണ്, പാവം കുതിര. കുതിര നല്ല വാലൊക്കെ ഉണ്ട് കുതിരയ്ക്ക്. പിന്നെ അവിടെ നിന്നുള്ള വ്യൂ, എൻ്റെ മോനെ, ഇവിടെ വന്നാൽ പ്രത്യേകിച്ച് വ്യൂ ആണ്. വ്യൂവും കോടയും, ഇത് രസമാണ്, എൻജോയ് ചെയ്യാം. പിന്നെ ബോണ്ടി വില്ലേജിന്റെ ആ ഒരു സ്ഥലത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ചു. സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര വലിയ ട്രിപ്പൊന്നും അല്ല, ഒരു ചെറിയ ട്രിപ്പ്. അപ്പൊ അടുത്ത വീഡിയോ കാണാം കൂട്ടുകാരെ. ഓക്കെ, ബൈ.